മുതൽ സജീവമായി പൊതുരംഗത്തുള്ള ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വർഗീയപരമായിട്ടുള്ള ഒരു കാര്യത്തിനോടും ഞാൻ ഇന്നേ വരെ കൂട്ടുനിന്നിട്ടില്ല. മാത്രമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ച് മത്സരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ വ്യാപകമായിട്ട് പ്രചരണം നടത്തുന്ന ആളുകളെ കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അവർക്ക് കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പബ്ലിക് ഓഡിറ്റിംഗ് നടത്തും. ഇവിടെ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അവരുടെ നിലപാട് എന്താണ് എന്നുള്ള പബ്ലിക് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അത് സഹികേടാതെ അല്ലെങ്കിൽ അതിന് ക്ഷമയില്ലാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉയർത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100% നിങ്ങൾക്ക് കേരളത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിശിഷ്യ ഞാനിപ്പോ പാർലമെന്റ് ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലാണല്ലോ നിൽക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഇടതുപക്ഷത്തിന് ഇവിടെയുള്ള വോട്ടർമാരെ മനസ്സിലായില്ലേ? മതേതര മണ്ണാണിത്, ഗാന്ധി വന്ന് താമസിച്ച മണ്ണാണിത്. ആ മണ്ണിൽ വന്നിട്ട് എങ്ങനെയാണ് ഇവർ വർഗീയത പറയുന്നത്? ഞാനിവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അറ്റാക്കുകളാണ്. അത് വർഗീയപരമായിട്ട് നടത്തുന്നു, ആക്ഷേപങ്ങൾ നടത്തുന്നു, സൈബർ ബുള്ളിങ് നടത്തുന്നു. ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും ഞാൻ എന്തായാലും തളരാൻ പോകുന്നില്ല. രാഷ്ട്രീയം സംസാരിക്കട്ടെ എല്ലാവരും. ആ രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരങ്ങൾക്കാണ് ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ആളുകൾ കാതോർക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾക്കേ അല്ല. അങ്ങനെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയവരൊക്കെ ഈ നാട് തന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും UDF-ന്റെ കമ്മിറ്റി അത് നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ പോലും അല്ല, അതിനേക്കാളും കൃത്യതയുണ്ട് ഈ കാര്യങ്ങളിൽ. നിങ്ങൾ നോക്കൂ, ഈ ഒരു അനൗൺസ്മെന്റ് അത് റെക്കോർഡിക്കലി ഉള്ള അനൗൺസ്മെന്റാണ്. നമുക്ക് ആ വാഹനം കാണാൻ പറ്റും. ആ വാഹനം LDF-ന്റെ പ്രചരണ ജീപ്പാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ജീപ്പ് നമ്പർ ഉണ്ട്. അത് അവർ ആദ്യ സമയത്ത് അത് ഞങ്ങളുടെ വാഹനമല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പം അത് ഞങ്ങളുടെ സ്വന്തം വാഹനമാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അതിലുള്ള അനൗൺസ്മെന്റ് അത് റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതും. ആ സ്ക്രിപ്റ്റ് വീണ്ടും പരിശോധിക്കും. നമ്മളൊരു പ്രൂഫ് ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിന്നെ അത് റെക്കോർഡിങ്ങിന് കൊടുക്കാം. അത് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീപ്പുകളിലേക്കോ അനൗൺസ്മെന്റ് വണ്ടികളിലേക്കോ കൊടുക്കും. അപ്പം ഇത്രയും സമയങ്ങളിലൊക്കെ ഇത് പരിശോധിച്ച് ഇടപെട്ടിട്ടൊക്കെയാണ് ഈ രൂപത്തിലുള്ള ഒരു കണ്ടന്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്റൻഷനലി ഉള്ള ഒരു കൃത്യമായിട്ട് ഒരു ഗൂഢലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനെതിരെ ഇത് കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ആംഗിളിലാണ് CPM അവരുടെ ഈ രാഷ്ട്രീയ പ്രചരണം തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ അത് കാഫിർ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കൗമിലെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാസം ഒപ്പിച്ച് ഓരോരോ ഭാഗത്തു നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരിക. അപ്പം ഇത് അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. അതിന് മറുപടി പറയേണ്ടത് LDF തന്നെയാണ്. കാരണം LDF-ന്റെ പ്രചരണ വാഹനത്തിലാണ് അത്തരത്തിലുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം വരെ ഒരു FIR ഇടാൻ പോലും ഇവിടെയുള്ള പോലീസോ മറ്റുള്ള അധികാരികളോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടവും ഞങ്ങൾക്ക് വലിയ പ്രതിഷേധവുമുള്ള കാര്യമാണ്. നടുവണ്ണൂരിൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ഉടമസ്ഥയിലുള്ള സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾക്കറിയാം. പോലീസ് അന്വേഷിക്കും.